നമസ്കാരം. വാർത്താ സംവാദത്തിലേക്ക് സ്വാഗതം. കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിര ഉയർന്നു പൊങ്ങി. ഇനി മൗനത്തിന്റെ ഒരു നാൾ, ശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ്. 77-ൽ പോലും രാജ്യം നേരിട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ ബലാബലത്തിൽ നിർണായക സമ്മതിദാനം. ഏതു വശത്തേക്കാണ് രാജ്യത്തിന്റെ പോക്ക്, ഏത് ദിശയിലേക്കാണ് നാടിന്റെ പ്രയാണം, ആരാകണം മതേതര ഇന്ത്യയുടെ സാരഥ്യം ഏറ്റെടുക്കേണ്ടതെന്ന് നിർണ്ണയിക്കുന്ന വലിയ പ്രത്യേകത ഇവിടേക്കാണ് കേരളം കുറിക്കുന്നത്. മതേതര ഊർജത്തിന്റെയും പാർശ്വവൽകൃത ജനതയുടെ സംരക്ഷണവും അടക്കം സാധ്യമാക്കി ഇന്ത്യയുടെ ചേരി നിർണ്ണയിക്കേണ്ടത് 20 സീറ്റുകളുള്ള കേരളം കൂടിയാണ്. 80 സീറ്റുള്ള UP-യേക്കാൾ പ്രസക്തമായ ഇടപെടൽ പൂർവ്വകാലത്ത് കേരളം നൽകിയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് ചാലക ശക്തിയായി നിലകൊണ്ടിട്ടുണ്ട്. അത് കേരളമടക്കം ചിലയിടങ്ങൾ മാത്രം ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്ന കരുത്തിന്റെയും സമഗ്രതയുടെയും ഹൃദയപക്ഷ രാഷ്ട്രീയം കൊണ്ടുകൂടിയാണ്. ആ പ്രസക്തിയുടെ ബലാബലത്തിലാണ് നിറം തുന്നിയ ഈ മൗനത്തെ വിലയിരുത്തേണ്ടത്. ഇത്തരുണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യം, മൗന മനസ്സിൽ മലയാളി കൊളുത്തേണ്ട രാഷ്ട്രീയമെന്ത്? LDF പ്രതിനിധിയായി CPIM നേതാവ് CP നാരായണൻ, UDF പ്രതിനിധിയായി കോൺഗ്രസിൽ നിന്നും അനിൽ ബോസ്, NDA പ്രതിനിധിയായി BJP-യിൽ നിന്നും ശ്യാംകുമാർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ചിന്താ വേണുഗോപാലും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ചർച്ച തുടങ്ങുമ്പോൾ ഇന്ന് കൊട്ടിക്കലാശം ആയിരുന്നു. പരസ്യപ്രചരണത്തിന് അവസാനമാകുന്നു. ഇനി മൗന പ്രചരണത്തിന്റെ ഒരു ദിനം. അതിനുശേഷമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ നിർണായകമായ ഈ നിമിഷത്തിൽ രാജ്യം ആര് ഭരിക്കണം, ഏറ്റവും നിർണായകമായ ലോകാവസ്ഥയിൽ, രാജ്യാവസ്ഥയിൽ ആര് ഇന്ത്യയെ നയിക്കണമെന്ന പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെക്കുന്നത്. ആദ്യം ശ്രീ CP നാരായണനിലേക്ക്. ശ്രീ CP നാരായണൻ, രാജ്യം വിഭജിച്ചതിന് ശേഷം വർഗീയ കലാപങ്ങൾ, നിരപരാധികളുടെ രക്തം ഒട്ടേറെ കണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അടിയന്തരാവസ്ഥയെപ്പോലെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 92-ന് ശേഷം ബാബറി മസ്ജിദ് തകർക്കുകയും അതിനുശേഷം നടന്ന വർഗീയ കലാപങ്ങളുമുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണിത്, ഏറ്റവും നിർണായകമാണെന്ന് നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ചേരി ഇവിടെ ഈ ഘട്ടത്തിൽ മുമ്പോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ വിജയത്തിന് നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ? അല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണഘടന, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം എന്തൊക്കെയാണോ അത് മുഴുവൻ നിഷേധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഭരണകക്ഷി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത്. അതിനു മുമ്പേ 5 വർഷത്തെ മോദി ഭരണകാലത്ത് അത് അവർ ചെയ്തിട്ടുണ്ട്. അത് കുറെ കൂടി പരുക്കനായ രീതിയിൽ തുറന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാക്ഷി മഹാരാജ് ഇത്തവണ മോദിയുടെ നേതൃത്വത്തിൽ BJP ജയിച്ചാൽ പിന്നൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹജമായ രീതിയിലുള്ള ഒരു ഭാഷയിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ അതൊരു വസ്തുതയാണ്. ആ തരത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനം, ഭരണരീതി, നമുക്ക് വളരെ സഹജമായ മതനിരപേക്ഷത ഈ സാമൂഹ്യ ജീവിതത്തിലാകെ ഇതിനെ മുഴുവൻ നിഷേധിക്കുന്ന രീതിയിൽ അല്ലേ, മറ്റേ BJP-യുടെ പ്രസിഡന്റ് അമിത്ഷാ വയനാടിൽ കുറച്ച് പച്ചക്കൊടി കണ്ടപ്പോൾ ഉടനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് പാകിസ്ഥാനെയാണ്. അവരുടെ കൊടിയുടെ പകുതി പച്ചയല്ലേ? അപ്പോൾ എന്താ അദ്ദേഹത്തിന് തോന്നാത്തെ? അവരുടെ കൊടിയിൽ പകുതി കാവിയും പകുതി പച്ചയാണല്ലോ. അപ്പോൾ ഈ വയനാട് പച്ചക്കൊടി കണ്ടപ്പോഴേക്കും അദ്ദേഹം ചുവപ്പ് കണ്ട കാളയെ പോലെ ഈ തരത്തിൽ പ്രതികരിക്കണമെങ്കിൽ അവരുടെ കൊടി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കൊടികൾ അവർ അവതരിപ്പിക്കുമല്ലോ, അവരുടെ കൊടിയുടെ നിറത്തിൻ്റെ പകുതി പച്ചയാണല്ലോ. അപ്പോൾ ഇത് വളരെ ഈ ബാലിശമായ രീതിയിൽ, വളരെ നിഷേധാത്മകമായ രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പാലിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകളുണ്ട്, ചില അടിസ്ഥാന നിലവാരങ്ങളുണ്ട്. അത് മുഴുവൻ നിഷേധിക്കുന്ന രീതിയിലാണ് അമിത്ഷാ മാത്രമല്ല പ്രധാനമന്ത്രി മോദിയും ഇവിടെ വന്ന്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം, ജാതി, ദൈവം ഇവയുടെ പ്രത്യക്ഷമായ പരാമർശം പാടില്ല എന്ന് പറഞ്ഞത്.
അത് ഭരണഘടനാനുസൃതമായിട്ടാണ്. പക്ഷേ അദ്ദേഹം അത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽ വെച്ച് കെട്ടാൻ, അപ്പോൾ അദ്ദേഹത്തിന് അറിയാതെയല്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം തന്നെ തെരഞ്ഞു പിടിച്ചു വെച്ച ആൾക്കാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അവരടങ്ങുന്ന സമിതിയാണ് നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശമാണ് ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ആയാലും വേണ്ടില്ല, DGP ആയാലും വേണ്ടില്ല, BJP നേതാക്കന്മാർ സ്ഥാനാർത്ഥികളടക്കം എന്തെല്ലാമാണ് പറയുന്നത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പാലിക്കേണ്ട ചില മിനിമം മര്യാദകൾ അത് മുഴുവൻ നിഷേധിക്കുന്ന രീതിയിൽ അഖിലേന്ത്യാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും BJPയുടെ നേതാക്കന്മാരും BJPയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തിച്ചു. നമുക്ക് ദുഃഖം തോന്നുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ചെയ്യുന്നത് താനൊരു ഹിന്ദുവാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ചെയ്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് മതപരമായ എന്ത് ചടങ്ങും ചെയ്യാം. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇത് ചെയ്യുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം BJP ഇപ്പോൾ ഹിന്ദു വർഗീയത അഴിച്ചുവിടുന്ന ആ സാഹചര്യത്തിൽ തങ്ങൾ അതിൽ നിന്ന് വിഭിന്നരല്ല. രാഹുൽ ഗാന്ധിയുടെ കുടുംബപരമായ അച്ഛനോടുള്ള ആദരം പ്രകടിപ്പിക്കുന്നതിനെ ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് ചെയ്യുമ്പോൾ അത് നൽകുന്ന സന്ദേശം വ്യത്യസ്തമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ. ഇത് എല്ലാം കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യേണ്ടിയിരുന്നത് 5 വർഷത്തെ മോദി ഭരണത്തെ ചർച്ച ചെയ്യുകയും അതിനെ അവർക്ക് പ്രതിരോധിക്കാം, നമുക്ക് വിമർശിക്കാം. അതേപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അതിവിടെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ആകെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ന്യായ പരിപാടി അല്പം പറയുകയുണ്ടായി. എന്നതൊഴിച്ചാൽ രണ്ടു കൂട്ടരും ഒരു പക്ഷേ ചെയ്യാൻ ശ്രമിച്ചത് അവർ പിന്തുടരുന്ന നവ ഉദാരവൽക്കരണ നയത്തെ അത് ചർച്ചാ വിഷയമാക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ശ്രദ്ധ അവരുടെ ദുർഭരണം, ഇപ്പോഴുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ദുർഭരണമായാലും നേരത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ദുർഭരണമായാലും അതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ LDF ഗവൺമെൻറ്റിനെ കുറിച്ച് ഇല്ലാത്ത നുണകൾ, നടക്കാത്ത കാര്യങ്ങൾ, അതൊക്കെ അതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ ഗവൺമെന്റിനെയും വിമർശിക്കുകയും ചെയ്യുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ശ്രീ അനിൽ ബോസ് കേൾക്കാമെങ്കിൽ, മോദി ഭരണത്തെ വിമർശിക്കുകയല്ല ചെയ്തത്, തീവ്രതയ്ക്ക് പകരം മൃദുഭാവം രാഷ്ട്രീയത്തിൽ മിക്സ് ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഗുജറാത്തിൽ അടക്കം നടന്ന മുൻ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരളത്തിലും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കോൺഗ്രസ് പാലിക്കുന്നതെന്നാണ് CP നാരായണൻ മുമ്പോട്ട് വെക്കുന്നത്. ഒപ്പം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി, അങ്ങ് വടക്ക് നിന്ന് ഒരു മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അടക്കം ഇരിക്കുന്ന ആ സ്ഥലത്തെ മുഖ്യമന്ത്രിയായ കെജ്രിവാൾ പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്. അത് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസക്തമായ കാര്യങ്ങളെയാണ് CP നാരായണൻ ഇപ്പോൾ ശരിവെച്ച് കൂടെ കുറിച്ചത്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കാണുന്നത്? UDF അജിംഷാദ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ വികസനപരമായ കാഴ്ചപ്പാടും ദേശീയ ഐക്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുമാണ്. അത് വളരെ കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതകൾ, അഴിമതികൾ, വികസനപരമായ നടപടിക്രമങ്ങളിലുള്ള പരാജയങ്ങൾ, അവയെല്ലാം വളരെ കൃത്യമായ ചർച്ചയാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വയനാട്ടിൽ വന്നപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി എന്നതാണ്
അതൊരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞ് ആ വിഷയത്തെ പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. അതൊന്നും രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് തന്നെ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആ പ്രദേശത്ത് ഉള്ള മറ്റേതെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ്. അതുകൊണ്ട് അവിടെ ചടങ്ങിന് പോയത് കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം. പിന്നെ ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം അരവിന്ദ് കേജ്രിവാൾ ഇടതുപക്ഷം ജയിക്കണമെന്ന് പറഞ്ഞു. അരവിന്ദ് കേജ്രിവാൾ മാത്രമല്ല, ഇടതുപക്ഷത്തിന് പ്രസക്തി ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലല്ലോ. ഇടതുപക്ഷത്തിനൊക്കെ പ്രസക്തിയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കൊന്നും ഞങ്ങളാരും അന്തം വിട്ട് എതിര് നിൽക്കുന്ന ആളല്ല. അന്ധമായ വിരോധം, കോൺഗ്രസ് വിരോധമുള്ളത് CPM-നാണ്. അന്ധമായ കോൺഗ്രസ് വിരോധമുള്ളത് BJP-ക്കാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ സമീപനങ്ങൾക്കോ ഒന്നും അല്ല ഞങ്ങളെതിര്. ഇടതുപക്ഷത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിനാണ് ഞങ്ങളെതിര്, അക്രമ രാഷ്ട്രീയത്തിനാണ് ഞങ്ങളെതിര്, അഴിമതി രാഷ്ട്രീയത്തിനാണ് ഞങ്ങളെതിര്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ മൊത്തത്തിൽ ഞങ്ങൾ ആക്ഷേപിച്ചു എന്ന തരത്തിൽ പറയുന്നത് ശരിയല്ല. കേരളത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കാണിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ സമീപനമുണ്ട്. CPM-ന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിനെതിരെയാണ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കാത്ത ഗവൺമെന്റിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിനെ നിങ്ങൾ ആ നിലയിൽ കാണേണ്ടതിന് പകരം ഞങ്ങൾ മൃദുഹിന്ദുത്വമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വർഗീയതയല്ല, വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ്. ഈ രാജ്യത്തിന് ദേശീയ ഐക്യം നിലനിർത്തേണ്ട ഒരു പ്രാധാന്യമാണ്. ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് ജീവിക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള സമീപനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ന്യായ് ഒരു ചെറിയ കാര്യം എന്ന് ബഹുമാനപ്പെട്ട ശ്രീ CP നാരായണൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട CP നാരായണനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ചോദിക്കട്ടെ, ന്യായ് എന്ന് പറയുന്നത് ഒരു നാമമാത്രമായ കാര്യമായിട്ടാണോ അങ്ങ് കാണുന്നത്? അത്ര നിസ്സാരമായ ഒരു പദ്ധതിയായിട്ടാണോ അത് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളെ തുറപ്പിയിട്ട് തന്നെയാണത് നടപ്പിലാക്കാൻ കഴിയുന്ന വിദഗ്ധന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളോടും പഠിച്ച് പരിശോധിച്ച് ഉത്തമമായ ബോധ്യത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ നടപ്പിലാക്കിയതുപോലെ അത്യുജ്വലമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതിയാണ് ന്യായ്. ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന് 72,000 രൂപ പ്രതിവർഷം വരുമാനം നിയമപരമായ അവകാശമാക്കി നൽകുകയാണ്. അത് ഏറ്റവും ശ്രേയസ്കരമായ നടപടിയാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കാർഷിക കടം എഴുത്തള്ളുമെന്ന്. 24 മണിക്കൂറിനകം അത് നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാർഷിക കടം എഴുത്തള്ളും. പുതിയതായി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങേണ്ട നിരവധി ആളുകൾ. വ്യക്തമാണ് അനിൽ ബോസ്. ശ്രീ ശ്യാംകുമാറിലേക്ക്. ശ്രീ ശ്യാംകുമാർ, 5 കൊല്ലം വലിയ ഭൂരിപക്ഷം ഒക്കെ ലഭിച്ച് ആ ഭൂരിപക്ഷം പകുതിയാകുമ്പോൾ കുറയുകയും ചെയ്തു. എങ്കിൽ പോലും വലിയ അർത്ഥത്തിൽ ഭരിച്ച 5 വർഷത്തിന്റെ ഗുണഫലങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയാൻ BJP-ക്കില്ല, മോദിക്കില്ല. പകരം നുണപ്രചരണവും പ്രഗത്യ സിംഗ് ഠാക്കൂറും സാക്ഷി മഹാരാജും ഒക്കെ വഴി വർഗീയതയും സെൻസിറ്റീവായ വിഷയങ്ങളുമാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നോട്ട് നിരോധനത്തിന്റെയും പെട്രോൾ വില വർധനവിന്റെയും കർഷകന്റെ സമരത്തിന്റെയും ചോരയൊലിപ്പിച്ച് കർഷകൻ നടത്തിയ അവകാശ സമരത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ പരാജയപ്പെട്ട നിങ്ങളുടെ ഭരണ അജണ്ടയ്ക്കെതിരെ നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ഈ മറയാണ്. അതാണ് ഈ രാജ്യത്ത് ഏറ്റുമുട്ടുന്നത് എന്നതാണ് CPM ഒപ്പം അനിൽ ബോസും കുറിച്ചത്. BJP ശ്യാംകുമാർ. കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം, മോദി സർക്കാർ ഭാരതത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിന് നൽകിയ സംഭാവനകൾ, ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും നൽകിയ കാര്യങ്ങൾ, വീടില്ലാത്തവർക്ക് മുഴുവൻ വീട്, കർഷകർക്കുള്ള സമ്മാനനിധി, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഈ പെൻഷൻ പദ്ധതികൾ എന്ന് തുടങ്ങി സ്വച്ഛ ഭാരത് അടക്കമുള്ള രാജ്യത്തെ വലിയ വികസന മാറ്റങ്ങൾ നമ്മൾ കണ്ടു.
വികസനവും രാജ്യസുരക്ഷയും മുൻനിർത്തി ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ BJPക്ക് ഒരു നാണക്കേടുമില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST ഏർപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത CPMന്റെ തോമസ് ഐസക്കാണ് ഈ GST കൗൺസിൽ അതിനെതിരെ പോരാടിയത്. BJP ഇനി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. 300-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും. അത് ബഹുമാനനായ CP നാരായണൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം തകർക്കാനല്ല, ശരിക്കും പൈതൃകം ഊട്ടിയുറപ്പിക്കുന്ന സമീപനങ്ങളും നടപടികളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കോൺഗ്രസും CPMഉം എത്ര ഒരുമിച്ച് നിന്ന് പോരാടിയാലും ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം അധികാരത്തിൽ വരും. അതിന് ഒരു വർഗീയ കാർഡും വേണ്ട. വർഗീയ കാർഡ് ഇളക്കുന്നത് കാലാകാലങ്ങളിൽ CPM ആണ്. മാറാട് കലാപത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? 1921 കലാപത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പരിവേഷം നൽകി അവർക്ക് പെൻഷൻ നൽകിയ CPMനെ കുറിച്ച് എന്ത് പറയുന്നില്ല? ഒരു കാലത്ത് ചത്തകുതിര എന്ന് പറയുന്ന മുസ്ലിം ലീഗ് സ്പീക്കറാകണമെങ്കിൽ തൊപ്പിയിടണമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സമീപനം മാറ്റി നിങ്ങൾ തൊപ്പിയിടാതെ തന്നെ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് ലീഗിന് ശ്യാംകുമാർ, നിങ്ങൾക്ക് നേരെയുള്ള ആരോപണം വർഗീയത പറഞ്ഞിട്ടാണ്, ചേരിതിരിവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ഇത് മതേതര കേരളമാണ്. ശ്യാംകുമാർ എത്താം. ശ്യാംകുമാർ, നിങ്ങൾ വെളിവാക്കി, നിങ്ങൾ തെളിയിച്ചു. ശ്രീ ചിന്താ വേണുഗോപാൽ, ഇന്ന് നമുക്ക് കൂടുതൽ കേരളത്തിലേക്ക് എത്താം. വടകര, മട്ടന്നൂർ, തിരുവല്ല, കൊല്ലം, പൊന്നാനി, ആലത്തൂർ ഇത്രയും സ്ഥലത്താണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടായത്. അതൊക്കെ CPMന് നേരെയാണ്. ഒരു വശത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും ഒരു വശത്ത് BJPയുടെ ഭാഗത്തുനിന്നുമാണ് CPMന് ആക്രമണം നേരിടേണ്ടി വന്നത്. ഇതാണ് വസ്തുത. ഇനി കൂടുതൽ കേരളത്തിലേക്ക് എത്തിയാൽ ഏതവസ്ഥയിലാണ് ഇന്ന് മുന്നണികൾ? ഏത് രാഷ്ട്രീയത്തിനാണ് മേൽക്കൈ? എന്തൊക്കെയാണ് വിലയിരുത്തൽ നിഷ്പക്ഷമായി? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റുക, തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒരു നിലപാടില്ലാത്ത പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അവർ ആദ്യം ആക്രമണ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മാർക്സിസ്റ്റുകാർക്കെതിരായിട്ടുള്ള വലിയ പ്രചാരവേല നടത്താം എന്നാണ് ഉദ്ദേശിച്ചത്. അത് പൊടിഞ്ഞുപോയി എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അവർ തന്നെ നടത്തിയ കൊലപാതകങ്ങളിൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ നടത്തിയ കൊലപാതകത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും കോൺഗ്രസ്സുകാരും അക്രമകാരികളാണ് എന്ന ബോധ്യം ജനത്തിനുണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് പറഞ്ഞതൊക്കെ തന്നെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല, MK രാഘവൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ഒരു അഭിമുഖം പുറത്തു വന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഇതേവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ അന്തസത്യം ജനത്തിന് കൃത്യമായിട്ട് ബോധ്യമായി. വലിയ അഴിമതിക്കാരാണ്, ഒരു പരിചയമില്ലാത്തവർക്കെന്ന് പോലും 5 കോടി കിട്ടിയാൽ വാങ്ങിക്കാൻ പറ്റാവുന്ന വിധത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മനസ്ഥിതി, അവരുടെ മനോഭാവം എന്ന കാര്യം ജനത്തിന് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു MK രാഘവൻ്റെ പേരിൽ വന്ന മറ്റേ അഭിമുഖം എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതേപോലെ ഈ ശ്രീമാൻ AK ആൻ്റണി ആണല്ലോ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ നേതാവ്. അഖിലേന്ത്യാ തലത്തിൽ ഹൈക്കമാൻഡിൽ തന്നെ 2ാം സ്ഥാനം വഹിക്കുന്ന മഹാനായ നേതാവാണ് ശ്രീമാൻ AK ആൻ്റണി. AK ആൻ്റണി ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ പറഞ്ഞത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യണം എന്നാണ് ജനത്തിനോട് അഭ്യർത്ഥിച്ചത് എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീമാൻ അനിൽ ബോസ് പറഞ്ഞ യാതൊരു രാഷ്ട്രീയ മാനദണ്ഡവും അക്കാര്യത്തിൽ കണ്ടില്ല എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു മതനിരപേക്ഷത ഉണ്ടായിരുന്നില്ല, ഒരു ദേശരക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു വികസനം ഉണ്ടായിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നില്ല. ശ്രീമാൻ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് വരുന്ന രീതിയിലാണ് ശ്രീമാൻ AK ആൻ്റണി പ്രസംഗിച്ചത് എന്നതിൽ നിന്ന് തന്നെ ഈ കോൺഗ്രസ്സിന് തുടക്കം മുതൽ അവസാനം വരെ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് വയ്ക്കാനായിട്ടില്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധോത്സുക ദേശീയതയും വർഗീയതയും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. ഒരു വികസനവും പറഞ്ഞില്ല. ശ്രീമാൻ മോഡിയുടെ 2 പ്രസംഗവും ഞാൻ കേട്ടതാണ്. അതിലൊരിടത്തും തൻ്റെ ഭരണകാലത്ത് ഇന്ന കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാനായി എന്ന കാര്യം പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതിൽ മനസ്സിലാക്കേണ്ടത് കാര്യമായ നേട്ടമൊന്നും പറയാനില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ കാര്യം, മറ്റേ ശബരിമല മറിച്ചിട്ട് അത് പറയാതെ പറയുന്ന കാര്യം, ഈ ശുദ്ധമായ അസംബന്ധങ്ങൾ
കള്ളം പറയുക എന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു എന്ന കാര്യവും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്ന സംഗതി BJPക്ക് വർഗീയതയൊഴികെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊന്നും തന്നെ മുന്നോട്ട് വെക്കാനായിട്ടില്ല എന്നാണ്. അതവർ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഈ മറ്റേ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വിശ്വാസ സംരക്ഷകർ ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായി ഈ പ്രചാരവേല നടത്താൻ വേണ്ടി അവർ ഇപ്പോൾ ശ്രമിച്ചു വരുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ ശ്രീമാൻ AK ആൻ്റണി 2 ഘോഷയാത്രകൾ തമ്മിൽ മുട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് മനുഷ്യന് നടക്കാൻ പോലും സ്ഥലമില്ല, നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന രീതിയിലടക്കം പ്രതികരിച്ചതായി കണ്ടു. അതൊക്കെ തന്നെ കാണിക്കുന്നത് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് എന്നും അതിൽ ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടതാണെന്നുമുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ്സിന് ഇല്ലാതെ പോയി എന്ന കാര്യം നമുക്ക് വ്യക്തമാവുന്ന സംഗതിയാണ്. ചർച്ച തുടരുമ്പോൾ ശ്രീ ശ്യാംകുമാർ, BJP നേതാവ്, ശ്രീ ശ്യാംകുമാർ, ഇന്ന് മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1134/01/2018 ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ആയി കേന്ദ്ര സർക്കാർ കേരളത്തെ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശത്തിന്റെ തെളിവായിട്ടാണ് മുഖ്യമന്ത്രി ഇത് എടുത്തു കാട്ടിയത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേരളത്തിന് നൽകിയ നിർദ്ദേശം നോക്കൂ. എല്ലാ കാര്യങ്ങളിലും കോടതി വിധിക്ക് അനുകൂലമായ ഹർജികൾ നൽകിയതും സംഘപരിവാറുമായി ബന്ധപ്പെട്ട 5 യുവ അഭിഭാഷകർ, അതിനുശേഷം ഈ വിധി എത്തിയപ്പോൾ ഇതിനെ ശ്ലാഘിച്ചതും ഇതിനുവേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ, O രാജഗോപാൽ, സഞ്ജയൻ അടക്കമുള്ളവർ, ജന്മഭൂമി അടക്കമുള്ള സംഘപരിവാർ പത്രത്തിൽ വരെ അതിനുള്ള അനുകൂലിച്ച് ലേഖനം എഴുതി. അതിനുശേഷം ഈ വിധി നടപ്പാക്കാൻ ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ട് സംസ്ഥാനം നീങ്ങിയപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് നുണപ്രചരണം നടത്തുകയാണ് ചെയ്തത്. അതിനെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തി ദൈവത്തിന്റെ നാമം പറഞ്ഞാൽ പോലും അറസ്റ്റ് ചെയ്യുമെന്ന് കുപ്രചരണം നടത്തിയത് മോദി. അതിന് ചുട്ട മറുപടി മുഖ്യമന്ത്രി നൽകി. എവിടെയാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞ ഒരു അറസ്റ്റ് പറയൂ എന്ന്, വെറുതെ സ്ഥാനം മറന്ന് കടന്നു പോകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാണ് അതിനെ പ്രതിരോധിച്ചത്. ഇന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം കേന്ദ്രത്തിന്റെ ആ നിർദ്ദേശത്തിന്റെ നമ്പറടക്കം, നിർദ്ദേശം എത്തിയ ആ കോപ്പിയുടെ നമ്പർ അടക്കമുള്ളവ, സർക്കുലറിന്റെ നമ്പർ അടക്കമുള്ളവ മുഖ്യമന്ത്രി പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്. നരേന്ദ്രമോദി വന്നിട്ട് സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള കാര്യം ഗവൺമെന്റിനെ ഈ നിലപാടെടുക്കാനേ സാധിക്കൂ. അതുതന്നെയാണ് ഇവിടെ സംസ്ഥാന സർക്കാരും എടുത്തിട്ടുള്ളത്. പക്ഷേ അപ്പുറത്ത് അതിനെ നുണപ്രചരണത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഗിമ്മിക്കുകൾ ഇറക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഈ സർക്കാർ കൃത്യമായി അതിന്റെ നിലപാടുകൾ പറയുന്നു. ഇതടക്കമുള്ളവ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്തിന് നേരെ, ഇടതുപക്ഷത്തിന് നേരെ നുണപ്രചരണത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് വെച്ച ആശയത്തെ ജനതതി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ സാരം. ഇതടക്കം ഇവിടെ BJPക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ രീതിയിൽ CPM അക്രമം അഴിച്ചുവിട്ടു. ബഹുമാന്യനായ കുമ്മനം രാജശേഖരനെ ആക്രമിച്ചു കഴക്കൂട്ടത്ത് വെച്ച്. അതുപോലെ K. സുരേന്ദ്രനെ 2 സ്ഥലത്ത് വെച്ച് ആക്രമിച്ചു. സംസ്ഥാനത്തുടനീളം നടന്ന ഈ അക്രമ സംഭവങ്ങൾ 23-ാം തീയതി ഈ സംസ്ഥാനത്ത് വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമായ കരുനാഗപ്പള്ളിയിൽ അടക്കം BJP LDFന് നേരെ നടത്തിയ ആക്രമണ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഞങ്ങൾ ഇതുവരെ വാർത്തയിൽ നൽകിക്കൊണ്ടിരുന്നതാണ്. ശ്രീ ശ്യാംകുമാർ പ്രതികരിക്കാം, താങ്കൾക്ക് തുടരാം. ശരി, ശ്യാംകുമാറിലേക്ക് എത്താൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, ഇത്യാദി നുണപ്രചരണങ്ങൾ BJP നടത്തുമ്പോൾ ഇതിനൊപ്പം നേരത്തെ CP നാരായണൻ പറഞ്ഞു, ഒരു മൃദു ഹിന്ദുത്വ ഭാവമാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ചത്. കൃത്യമായ ഒരു രാഷ്ട്രീയമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതതി, ഇവിടെ കേന്ദ്ര ഭരണത്തിന്റെ ദോഷം അനുഭവിക്കുന്ന ജനത, ഈ പ്രശ്നങ്ങൾ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ BJP എന്തു പറയുന്നു ആ വൈകാരിക പ്രശ്നത്തെ, ആ നുണപ്രചരണത്തെ അതുപോലെ എടുത്ത് മറ്റൊരു കുപ്പിയിലാക്കിയ വീഞ്ഞു പോലെയാണ് കോൺഗ്രസ് കേരളത്തിലും
പ്രവർത്തിക്കുന്നത് എന്ന വലിയ കാതലായ വിമർശനമാണ് കോൺഗ്രസിന് മേൽ വെച്ചത്. അതിനെ പ്രതിരോധിക്കാൻ അനിൽ ബോസ് കൃത്യമായി കാര്യങ്ങൾ നിരത്തിയില്ല. ഇവിടെ പലതവണ എത്തിയിട്ട് പോയ രാഹുൽ ഗാന്ധി തിരുനെല്ലിയിൽ പോയി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചടങ്ങ് നടത്തുകയാണ്. തൻ്റെ പിതാവിൻ്റെ താൻ ഏതോ ഗോത്രത്തിൽപ്പെട്ട ഈ പൂണൂലിട്ട ശിവഭക്തനായ ബ്രാഹ്മണനാണെന്ന് ഗുജറാത്തിൽ പറഞ്ഞ അതേ തന്ത്രത്തിന്റെ ആവർത്തനമാണ് ഇവിടെയും നടത്തുന്നത്. ഇത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പിടിച്ചു നിർത്താമെന്ന് കരുതരുത്. ഇത് അപകടകരമായ രീതിയാണ്. എയും ബിയും തമ്മിൽ മത്സരിക്കുമ്പോൾ എന്തിന് ബി, എ തന്നെ ആകാമല്ലോ, ഉപ്പിനേക്കാൾ വലുതല്ലല്ലോ ഉപ്പിലിട്ടത് എന്ന സമീപനം ജനതയ്ക്ക് നൽകുന്നതാണത്. അത് വർഗീയ ശക്തികൾക്ക് ഊർജം പകരുന്നതാണ്. ഇതാണ് ഇവിടെ ഇടതുപക്ഷം നിരീക്ഷിച്ചത്. മറുപടി ഉണ്ടെങ്കിൽ. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകുന്നതും അമ്പലത്തിൽ പോകാത്തതൊന്നും ഒരു രാഷ്ട്രീയ വിഷയമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ ഭരിച്ച BJP സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിന് വിശ്വാസമുള്ള, നടപ്പിലാക്കാൻ കഴിയുന്ന ക്ഷേമ പദ്ധതികളുമായിട്ട് വരാൻ കഴിയുന്ന ഒരു സർക്കാർ, അത് കോൺഗ്രസിനാണ് കഴിയുക എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടും കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും കഴിഞ്ഞ 1000 ദിവസം പിന്നിട്ട കേരള സർക്കാരിൻ്റെയും തെറ്റായ സമീപനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. ദേശീയ തലത്തിൽ LDFും BJPയും തമ്മിലല്ല മത്സരം. ദേശീയ തലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് BJPയോടും നരേന്ദ്രമോദിയോടുമാണ്, മത്സരിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ദേശവ്യാപകമായി ചർച്ച ചെയ്യും. ഒപ്പം സംസ്ഥാനത്ത് മുഖ്യധാര രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുമായി മത്സരിക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള കാര്യം പറയണ്ടേ? ശ്രീ AK ആന്റണി പറഞ്ഞു പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കും. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു, അതേ വാക്ക് ഉപയോഗിച്ചു, രാഷ്ട്രീയത്തിനെതിരായ ജനവിധി ഉണ്ടാവും. രാഷ്ട്രീയത്തിനെതിരെയുള്ള ജനവിധി എന്ന് പറയുന്നത് CPM അനുകൂലികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തിനെതിരെ CPM അണികൾ പ്രതികരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രാധാന്യം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ പൊളിറ്റിക്സ് ആണ് ശ്രീ AK ആന്റണി പറഞ്ഞത്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ഒരു കാര്യം, എന്റെ സംശയം തീർക്കാനാണ് താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. അനിൽ ബോസ്, ഇതേ ആന്റണിയാണ് ഇവിടെ എത്തി പറഞ്ഞത് പല കോൺഗ്രസുകാരും രാത്രിയിൽ BJPക്കാരാണ്, പകല് കോൺഗ്രസ് ആയി പോകും എന്ന് ഇതേ ആന്റണി തന്നെയാണ് പറഞ്ഞത്. അതിനോടും ഇവർക്ക് പ്രതികരിക്കണ്ടേ? അതുകൂടി സമഗ്രമാക്കി താങ്കൾ പ്രതികരിക്കും. അങ്ങനെയല്ല. അത് അജിംഷാദിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. അങ്ങയുടെ രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമാണ്, മാധ്യമ ചിന്തയുടെ ഭാഗമല്ല. അതിൽ ഞാൻ തെറ്റും കാണുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഓർമ്മിപ്പിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമേ ഓർമ്മിപ്പിക്കാവുള്ളൂ. താല്പര്യമില്ലാത്ത ഒന്നും ഓർക്കാതിരിക്കുന്നതാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണരാതിരിക്കാൻ നല്ലത്. അതിനൊന്നും എനിക്ക് തർക്കമില്ല. നല്ലത് മാത്രം ഓർക്കുക. എന്തായാലും ഒന്ന് ഞാൻ പറയട്ടെ, നിലവിൽ CPM അനുകൂലികളായ ഇടതുപക്ഷത്തെ എക്കാലവും വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത സ്വേച്ഛാധിപത്യ ലൈനുമായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നത് എന്ന കാര്യത്തിൽ ഇടതുപക്ഷ അനുകൂലികളായ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായ ആളുകൾക്ക് പോലും അത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് കൃത്യമായും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രാധാന്യമനുസരിച്ച് ദേശീയ തലത്തിൽ BJP എതിർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയൂ. അതിനൊരു സാഹചര്യം ഒരുക്കാൻ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്യണം എന്നാണ്. 2004 ഇതുപോലെ ഭീഷണി ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഒരു കോൺഗ്രസുകാരും ഇവിടെ നിന്നില്ലായിരുന്നു. ഇടതുപക്ഷക്കാരായിരുന്നു 18. എന്നിട്ട് പോലും അവിടെ ഒരു മതേതര സർക്കാർ നിലനിർത്താൻ അവർ ഊർജം കാട്ടിയില്ലേ? ആ സാഹചര്യം ഇനിയും ഉണ്ടാകുമല്ലോ. അപ്പോൾ കോൺഗ്രസ് ഭയപ്പെടേണ്ടതില്ലല്ലോ. തെറ്റായ സന്ദേശം എന്തിനു കൊടുക്കുന്നു? ഇടതുപക്ഷം വന്നാൽ മതേതര ചേരി വരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇടതുപക്ഷത്തിനല്ലേ നിങ്ങൾ പിന്തുണക്കേണ്ടത്? 2004 പശ്ചാത്തലത്തിൽ അങ്ങനെ ചോദിക്കുന്നു ഇടതുപക്ഷക്കാർ. ശ്രീ അജിംഷാദ്, ഇന്ത്യൻ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ക്ഷണം ലഭ്യമാകുകയുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി 440ഓളം സീറ്റുകളിൽ ഇന്ത്യയിൽ മത്സരിക്കുന്ന, BJPക്കെതിരായി 100ലധികം സീറ്റുകളിൽ നേർക്ക് നേർ മത്സരിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് നിങ്ങൾ ആദ്യം അടിവരയിട്ട് ഓർമ്മിക്കേണ്ട കാര്യമാണ്. 440 സീറ്റിൽ മത്സരിക്കുന്നു എന്നതിനപ്പുറം 150ഓളം വരുന്ന സീറ്റുകളിൽ നേർക്ക് നേർ BJPയുമായി ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ അംഗസംഖ്യ കൂടുക എന്നുള്ളതല്ലാതെ
ഞങ്ങൾ തോറ്റിട്ട് നിങ്ങൾ ജയിച്ചു വന്ന് ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറയണോ? അതെന്ത് യുക്തിയാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്ന ഒരു രാജ്യത്ത് ഞങ്ങളുടെ അംഗബലം കുറഞ്ഞ് നിങ്ങൾ മുഴുവൻ പേരും ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ താങ്കൾക്ക് നേരത്തെ പറഞ്ഞു വരാൻ സമയം ലഭിച്ച സാങ്കേതിക പ്രശ്നമുണ്ടാവും. താങ്കൾ അത് പൂർത്തീകരിക്കാം. ശ്യാംകുമാർ, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. എന്നോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് കൂടുതൽ മൃഗീയ സമയവും താങ്കളാണ് എടുത്തത്, സിംഹഭാഗവും താങ്കളാണ് എടുത്തത്. ശ്യാംകുമാറിലേക്ക്. ശ്യാംകുമാർ ഇല്ല, ഞാൻ ശ്യാംകുമാർ, അതായത് ഇവിടെ രാജ്യം സംവദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ബാബറി മസ്ജിദ് തകർത്തതടക്കം അതിനെ അഭിമാനമായി കാണുന്നതായ ഒരു രാഷ്ട്രീയം ആധുനിക ഇന്ത്യയിൽ നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന തരത്തിൽ സാക്ഷി മഹാരാജ് പറയുന്നു. ഇതൊക്കെ മുമ്പോട്ട് വെക്കുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ സന്ദേശമാണ് എന്നതാണ്. ഇതാണ് BJP രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹം, ഭരണഘടനയോടും നെഹ്റുവിനോടും അടക്കം ചെയ്യുന്ന വലിയ ദ്രോഹം. ഇതിനൊക്കെ എതിരായ സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്നാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ വിവിധ മേഖലകളിലായി നിന്ന് പറയുന്നത്. ഇവിടെയാണ് BJP പ്രസക്തമായ ഒരു മറുപടി നൽകേണ്ടത്. രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് ഈ 5 വർഷക്കാലത്ത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പോലും എടുത്തു കാട്ടാനായില്ല. ഹൈന്ദവ വർഗീയതയെ പരിപോഷിപ്പിക്കുന്നതല്ലാതെ കൃത്യമായ ഒരു നിലപാട് പെട്രോളുമായി ബന്ധപ്പെട്ടോ ഡീസലുമായി ബന്ധപ്പെട്ടോ രാജ്യത്തിന്റെ ചെറുകിട കച്ചവടക്കാരെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഡിമോണിറ്റൈസേഷനും പിന്നെ അതിനുശേഷം നടന്ന ഈ കർഷക റാലികൾക്ക് നിദാനമായ ഒട്ടേറെ ദ്രോഹങ്ങളും ഇതൊക്കെ നിങ്ങളെ മതിക്കുകയാണ്. ഇതാണ് മുമ്പോട്ട് വെക്കുന്ന സന്ദേശം BJPക്കെതിരെ, രാഷ്ട്രീയ സന്ദേശം. അതിനെ പ്രതിരോധിക്കാൻ BJPക്ക് ഇതുവരെ ആയിട്ടില്ല. ശ്രീ ശ്യാംകുമാർ, അതാണ് കേരളത്തിൽ കോലീബി സഖ്യം എന്ന് പോലുമുള്ള ആരോപണം ഉണ്ടാകുന്നത്. അത് CPMന്റെ വെറും എന്താ പറയുക ദിവാസ്വപ്നം മാത്രമാണ്. ഇന്ത്യയില് BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇന്ന് AK ആന്റണി പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്താനുഭവം ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് AK ആന്റണിക്കോ CPM നേതാവിനോ സ്വന്തം റാലി നടത്താനോ ജനാധിപത്യ സംരക്ഷണത്തിനോ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? BJPയുടെ ഭരണകാലത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണുള്ളത്. നിങ്ങൾക്ക് എവിടെയും സമരം നടത്താം, മഹാരാഷ്ട്രയിൽ നടത്താം, മധ്യപ്രദേശിൽ നടത്താം. ഒരു സമരങ്ങളെയും അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. അത് ജനാധിപത്യത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലും ഭാരതത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ, ബഹുമാനായ അരുൺ സാറോട് ഉണ്ടല്ലോ, 13ാം ധനകാര്യ കമ്മീഷൻ 45,000 കോടി രൂപ മാത്രം കേരളത്തിന് നൽകിയപ്പോൾ, പദ്ധതി വിഹിതമായി നൽകിയപ്പോൾ 14ാം ധനകാര്യ കമ്മീഷൻ നൽകിയത് 4 ഇരട്ടി 1,96,000 കോടി രൂപ ഈ കേരളത്തിന് മാത്രം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം നിങ്ങൾ നോക്കൂ. കൊല്ലം ബൈപ്പാസ് അടക്കമുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ പ്രളയത്തിന്റെ കാര്യത്തിൽ വരെ നേരിട്ട് പ്രധാനമന്ത്രി ഈ നാടിനെ നശിപ്പിക്കാൻ നടത്തിയ നീക്കത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വളരെ കട്ട് ആൻഡ് ഡ്രൈഡായി മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, താങ്കൾ ഇരിക്കുന്ന കൊല്ലത്തടക്കം ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇട്ട് വോട്ട് മറിക്കുകയാണെന്ന് ആക്ഷേപം ഉന്നയിച്ച് ഭിന്നിച്ചു മാറിയത് യുവമോർച്ചയുടെ നേതാക്കന്മാരടക്കമുള്ള BJPക്കാരാണ്. UDFും നിങ്ങളുമായുള്ള ഐക്യം ഇതടക്കം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. താങ്കൾ ഇരിക്കുന്നത് കൊല്ലത്തായത് കൊണ്ട് ഞാൻ കൊല്ലം പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ശ്യാംകുമാർ. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം കേരളത്തിലെ 3 മന്ത്രിമാർ അഴിമതിയും സ്വജനപക്ഷപാതവും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചതിനെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ. അത് നമ്മൾ മറന്നിട്ടില്ല. 2, ശബരിമല വിഷയത്തിൽ അവിടെ കിടക്ക വിരിച്ച, അവിടെ വിരിവെച്ച ഭക്തജനങ്ങളെ അടിച്ചോടിക്കാനും ലാത്തിച്ചാർജ് ചെയ്യാനും അവരെ വെള്ളം കോരി ഓടിക്കാനും ആരും ഉത്തരവ് കൊടുത്തിട്ടില്ല. അവിടെ ശശികല ടീച്ചറെയും സുരേന്ദ്രനും എന്ത് കലാപമുണ്ടാക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്? ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള 10,000-കണക്കിന് ആളുകളെ ജയിലിലടച്ചത് എന്ത് ചെയ്തിട്ടാണ്? ഒരു നോമിനേഷൻ കൊടുക്കാൻ വന്ന സമയത്താണ് പറയുന്നത് 241 കേസിൽ പ്രതിയാണെന്ന് പറയുന്നു. ഇത് ജനാധിപത്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് ഏകാധിപത്യം. ഭാരതത്തിൽ BJP ഭരിക്കുന്നിടത്തോളം കാലം ഒരു അടിയന്തരാവസ്ഥയും ഉണ്ടാകില്ല, ഒരു ഏകാധിപത്യത്തിനും വഴിയില്ല.
കേരളവും ഭാരതവും വികസിക്കാനുള്ള നടപടികൾ മാത്രമാണ് കേന്ദ്രമാണ് നിർദ്ദേശം നൽകിയത്. വിധി നടപ്പാക്കാൻ വേണ്ട നിങ്ങളാണ് ശബരിമലയിൽ സ്ത്രീ അനുകൂലം കുറിച്ചത്, വിധിക്ക് അനുകൂലമായി. അതിനുശേഷം അതിനെ രാഷ്ട്രീയ ലാക്കായി ഉപയോഗിച്ച് നിങ്ങളാണ് വിശ്വാസത്തോട് ചതി ചെയ്തത്. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം ശ്യാംകുമാർ. ഒപ്പം ശ്യാംകുമാർ, കൊല്ലത്തെ BJP-യിൽ തന്നെയുള്ള ഭിന്നത, UDF-ഉം BJP-യുമായുള്ള സമന്വയത്തിന്റെ പരാതി BJP-യിൽ നിന്ന് തന്നെ ഉണ്ടായ കാര്യം വൈദഗ്ധ്യത്തോടെ മറച്ചു വെക്കുകയും ചെയ്തു. അതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശ്യാംകുമാർ, ചർച്ച തുടരുമ്പോൾ ശ്രീ CP നാരായണൻ, ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ചത് മതേതരത്വമാണ് ഭീഷണിയെങ്കിൽ 400 സീറ്റുകളിലധികം മത്സരിക്കുന്ന BJP-യുമായി 100-ലധികം സീറ്റുകളിലോട് എതിർക്കുന്ന കോൺഗ്രസിനെ അല്ലേ ജയിപ്പിച്ചു വിടേണ്ടത് എന്നത് കേരളത്തിന്റെ ഇടത്തിൽ പ്രസക്തമാണോ? ഒന്ന്. രണ്ട്, കേരളം ഏറ്റവും നല്ല രീതിയിൽ ദേശീയ നിലവാരത്തിൽ അടക്കം മുന്നിൽ നിൽക്കുന്ന കാര്യം പലവട്ടവും ആവർത്തിച്ചത് BJP-യുടെ ഗഡ്കരി അടക്കമുള്ളവരാണ്. ഈ ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും കേരളം അക്രമത്തിന്റെ നടുവിലാണ് എന്ന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രചരിപ്പിക്കുന്നു. ശബരിമലയുടെ കാര്യം പറഞ്ഞതുപോലെ നുണപ്രചരണമാണ് ജനതയെ മറയ്ക്കാനായി ഈ കാണിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിച്ചത്. അതിന് മറുപടി യുക്തിപരമായി. നിങ്ങൾ പറഞ്ഞ 400, അദ്ദേഹം പറഞ്ഞ അനിൽ പറഞ്ഞ 400 സീറ്റിനെ പറ്റി പറയട്ടെ. നമ്മൾ ഈ ഇന്ത്യയുടെ ഭൂപടത്തെ തെക്കുന്ന് വടക്കോട്ട് നടുവിലൂടെ ഒരു വര വരച്ചാൽ അവിടെ തമിഴ്നാട്, അവിടെ 9 സീറ്റിലാണ് മത്സരിക്കുന്നത്. 39 സീറ്റിൽ 9 സീറ്റാണ്. ആന്ധ്ര, തെലങ്കാന നാമമാത്രമായ സീറ്റുകളിൽ അവരവിടെ മത്സരിക്കുന്നത്. ഒഡീഷ, അവിടെ നാമമാത്രമായ സീറ്റുകളിലേ ഉള്ളൂ. പിന്നെ പശ്ചിമ ബംഗാൾ, നോർത്ത് ഈസ്റ്റ്, ബീഹാർ, UP, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP, ഇവിടങ്ങളിൽ അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ മാത്രമല്ല, അവർക്കുള്ള സ്വാധീനം, എത്ര ശതമാനം വോട്ടാണ് അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ സംസ്ഥാനങ്ങളിൽ, ഞാൻ മറ്റേതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവരെ CPM-നെ താരതമ്യപ്പെടുത്തുമ്പോൾ, വേറെ ചില പാർട്ടികളെ താരതമ്യപ്പെടുത്തുമ്പോൾ അവർ വലുതാണെങ്കിലും BJP-ക്ക് ബദലായിട്ട് നിൽക്കാനുള്ള ശേഷി, ഞാൻ BJP-യെ പിന്തുണയ്ക്കാനോ ന്യായീകരിക്കാനോ അല്ല, BJP-യെ നേരിടാനുള്ള ശേഷി കോൺഗ്രസിന് മാത്രമില്ല. അതുകൊണ്ടാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സംസ്ഥാന തലത്തിലുള്ള സ്റ്റേറ്റ് പാർട്ടികളും അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടികളടക്കം എല്ലാം പറഞ്ഞത് നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, കൂട്ടായിട്ടേ ചെയ്യാൻ കഴിയൂ. അങ്ങനെ കൂട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മറ്റു പാർട്ടികളെ കൂടെ കൂട്ടണമെങ്കിൽ അതിന് നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തോടും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോടും നടത്തിയത്. ഇത് ഈ രണ്ട് പാർട്ടികളോടുമല്ല, വേറെ പല പാർട്ടികളെ സംബന്ധിച്ചും. എന്തുകൊണ്ടാണ് SP BSP നേരത്തെ അവരുമായിട്ടൊരു സഖ്യത്തിലായിരുന്നല്ലോ കോൺഗ്രസ്? എന്തുകൊണ്ടാണ് അവർ ഇത്തവണ കോൺഗ്രസിനെ അവിടെ സഖ്യത്തിൽ കൂട്ടാത്തത്? അതിന് ചില കാരണങ്ങളുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ സമീപനം, ഇത് BJP-ക്ക് ബദലായി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിനെ മറ്റു പാർട്ടികൾ അംഗീകരിക്കുന്ന പ്രശ്നം വരെ ഉണ്ടാവാം. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു സംസ്ഥാന പാർട്ടി മാത്രമാണ് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ സംബന്ധിച്ച് ഇതേവരെ അനുകൂലമായി പറഞ്ഞത് എന്നും ഓർക്കണം. ഞാനത് പറയുന്നത് ഇടതുപക്ഷമോ മറ്റു പാർട്ടികളോ രാഹുലിനെ നാളെ പ്രധാനമന്ത്രിയാക്കാൻ BJP തോൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തയ്യാറാവില്ല എന്നല്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ സമീപനം ഈ മറ്റു പാർട്ടികളുടെ BJP ഇതര പാർട്ടികളിൽ മുഴുവൻ കൂടിയും കുറഞ്ഞും തോതിലുള്ള നിഷേധാത്മകമായ സമീപനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വരുമ്പോൾ ശ്യാംകുമാർ പറഞ്ഞു, ഈ ഇടതുപക്ഷം, കേരളത്തിലെ LDF ഗവൺമെൻറ്, അതാണ് ഏറ്റവും കൂടുതൽ ധാർഷ്ട്യം കാണിക്കുന്നതൊക്കെ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മധ്യപ്രദേശിൽ BJP ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്ന പാർട്ടി ഏതാ? BJP ആണ്. അത് നമുക്ക് എല്ലാവരും കണ്ടതല്ലേ ആ കാര്യങ്ങൾ. ഇപ്പോൾ TV-യിൽ ഇതെല്ലാം കാണാമല്ലോ. അപ്പോൾ നമ്മൾ അത് പറയണ്ട.
BJP ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രികയിൽ ഒരു കാര്യം പോലും പറഞ്ഞില്ല. ഞാൻ അതിൽ BJPയേക്കാൾ ഭേദമാണ് കോൺഗ്രസ് എന്ന നിലയ്ക്കാണ് ന്യായയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. പക്ഷേ രണ്ട് കാര്യത്തിലും ഇവർ പറയുന്ന ന്യായ പറയുമ്പോഴും അനിൽ പറയുമ്പോൾ അത് 5 കോടി കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ തന്നെ അവകാശവാദം അനുസരിച്ച് 25 കോടി ജനങ്ങളെ മാത്രം ബാധിക്കുന്നതാണ്. ബാക്കി 100 കോടി ജനങ്ങളുണ്ട്. അവരെ പറ്റി രാഹുൽ ഗാന്ധി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പരാമർശിക്കേണ്ടത്? ആ കൃഷിക്കാർ BJP തൊഴിലാളികൾക്കെതിരായിട്ട് നടത്തിയ ഭയങ്കരമായ കടന്നാക്രമണം പലതരത്തിൽ നിയമപരമായിട്ടും പുതിയ നിയമം ഭേദഗതികളുടെയും മറ്റുമൊക്കെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും BJP ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ചെയ്തല്ലോ. BJPയുടെ BMS മാത്രമാണ് അതിൽ നിന്ന് മാറി നിന്നത്. അപ്പോൾ ആ തരത്തിൽ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വിദ്യാർത്ഥികൾ, സ്ത്രീകള്, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും, അതുപോലെ SC/ST വിഭാഗങ്ങൾ, ഇവരുടെ എല്ലാ എതിർപ്പ് വന്നിട്ടില്ലേ? ആ വക കാര്യങ്ങളെ സംബന്ധിച്ച് BJP ആയാലും കോൺഗ്രസ് ആയാലും അത്തരം വലിയ വിഭാഗം ജനങ്ങൾക്ക്, 100 കോടിയിലധികം വരുന്ന വിഭാഗം ജനങ്ങൾക്ക് ഉള്ള അവരുടെ അമർഷം, പ്രതിഷേധം, അവരുടെ ദുഃഖങ്ങൾ, ഇത് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തില്ല. തീർച്ചയായും ശ്രീ ചിന്താ വേണുഗോപാൽ, നാം ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ മനസ്സിൽ കണ്ടുകൊണ്ടാകണം ഈ മൗന ദിനത്തിന് ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്? അതിൽ എത്ര ശതമാനത്തിന്റെ വർധനവ് ഓരോ കക്ഷിക്കും ഉണ്ടാകും എന്നാണ് താങ്കളുടെ നിഗമനം? പെട്ടെന്ന് ചുരുക്കി ഏത് രാഷ്ട്രീയമാണ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മൗന ദിനത്തിന് ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത്? ഏതൊക്കെ കക്ഷികൾക്ക് ഏതൊക്കെ തരത്തിലാകും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാവുക എന്നതാണ് താങ്കളുടെ വിലയിരുത്തൽ? ഒന്നാമത്തെ കാര്യം, വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടി ഏത് എന്ന കാര്യത്തിൽ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സെക്കുലറിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. അത് രക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി കേരള ജനത കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളാണ്. നേരത്തെ മോഡി വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. 45 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ന് ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ മോഡി ഭരണകാലത്തുണ്ടായതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മലിനമായ, പൊള്യൂട്ടഡ് ആയിട്ടുള്ള നഗരങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യ രാജ്യത്താണ്. 30 വർഷത്തിനിടയ്ക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജവാന്മാർ കൊല്ലപ്പെട്ടത് ഈ മോഡി ഭരണകാലത്താണ്. ഇതൊക്കെ വെച്ചിട്ടാണോ ജനം കാണുന്നത്? അതല്ല. കേരളത്തിലെ വികസനത്തിനെ കേരളത്തിലെ ജനത ഏറ്റവും ഫലപ്രദമായി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ ന്യായ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞത് 1971 ശ്രീമതി ഗാന്ധി പറഞ്ഞതാ, ഗരീബി ഹടാവോ എന്ന്. അതേ മുദ്രാവാക്യാണ് ഇപ്പൊ പേരമകൻ പറയുന്നത്. അച്ഛമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അതിനുശേഷം ഇപ്പോൾ മോൻ പറയുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമല്ല, ജനത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം. ജനത്തിന് ബോധ്യമായിക്കോളും. 1971 ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. ഞാനന്ന് റേഡിയോയിൽ കേട്ടത് ഗരീബി ഹടാവോന്ന്. എന്ന് എനിക്ക് ഈ സാധനം എന്താണെന്ന് പിടിയിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം പത്രം കണ്ടപ്പോഴാണ് ഇത് പട്ടിണി മാറ്റും എന്നാണ് ശ്രീമതി ഗാന്ധി പ്രഖ്യാപിച്ചത്. നല്ല വോട്ട് കിട്ടിയവർക്കെന്ന്. ആ കളി ഈ 2019 ആവർത്തിക്കാം എന്ന് വെച്ചാൽ അത് പ്രബുദ്ധരായ കേരള ജനത അംഗീകരിച്ചു. തീർച്ചയായും വികസനത്തെയും വസ്തുതകളെയും വിലയിരുത്തി വേണം നാം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മൗന ദിനത്തിന് ശേഷം. ഇതാണ് ചർച്ചയ്ക്ക് ഓടിയിരിക്കുമ്പോൾ പറയാനാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.